തുലാവർഷം ദുർബലമായത് സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്നു. വിള ഉൽപാദനത്തിൽ 20% കുറവുണ്ടായേക്കും. ജലസേചന രീതിയിൽ അടിയന്തര മാറ്റം വരുത്തണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള തുലാവർഷക്കാലത്ത് സംസ്ഥാനത്ത് 433 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഇതുവരെ 26% മഴ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 സെന്റ് ഭൂമിയിൽ 64 ലിറ്റർ വെള്ളം പ്രതിദിനം കുറയുന്നതിന് തുല്യമാണിത്. സംസ്ഥാനത്തെ നെല്ലുൾപ്പെടെയുള്ള കൃഷിക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തോട്ടവിളകൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലത്തെ മഴക്കുറവ് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആ സമയത്ത് മഴയിൽ കുറവുണ്ടായാൽ അത് തീർച്ചയായും വിളവിൽ 10-20% വരെ വിളവിൽ കുറവുണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നെല്ലിൻ്റെ കേസാണെങ്കിൽ പല പാടശേഖരങ്ങളിലും നെല്ലിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പാടശേഖരങ്ങളിലൊക്കെ ഒരു ജലസേചന രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ 20 ലക്ഷം ഹെക്ടർ കൃഷിമേഖലയിൽ 4 ലക്ഷം ഹെക്ടറിൽ മാത്രമേ ജലസേചന സൗകര്യമുള്ളൂ. വിളനാശം ഒഴിവാക്കാൻ തുള്ളിനന വ്യാപകമാക്കണം. തോട്ടകൃഷി മേഖലയിൽ വരൾച്ച ഒഴിവാക്കാൻ ഭൂമിക്ക് ആവരണമൊരുക്കണം. പെയ്യുന്ന മഴയിലെ വെള്ളം ഭൂമിയിലേക്ക് ആഗിരണം ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ വേനൽക്കാല ഉഴവ് നേരത്തെ നടപ്പിലാക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.